So ladies and gentlemen, welcome back. I'm Muhammad Labib. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്രോക്ക് ക്യാമ്പിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 244 ദിവസം ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ്, എക്സാക്ട്ലി 8 months. ഒരു ഡിസംബർ 11 ബ്രോക്ക് ക്യാമ്പിലേക്ക് വന്നത്, ഇന്ന് ഓഗസ്റ്റ് 11. അപ്പോൾ 8 months എന്തൊക്കെ സംഭവിച്ചു എന്നുപരി ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് 202 ദിവസമായി. ഇറ്റ്സ് അബൌട്ട് ലൈക്ക് 7 months and now it's like 1 month. so yeah, അതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നു. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഐ വാസ് ഹോസ്റ്റിംഗ് വീക്ക് എന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന വീക്കിലാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അതിനുശേഷം ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പ്രോഗ്രസ് വീഡിയോ എടുക്കാതിരുന്ന വെച്ചാൽ ഇവിടെ DS-ന്റെ തിരക്കുകളായി പോയിട്ടും അതുപോലെ തന്നെ DS-ൽ ടെക്നിക്കൽ വർക്കിൽ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റിംഗ് വീക്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സ്ട്രീക്കായിരുന്നു. ഹോസ്റ്റിംഗ് വീക്കിൽ 4 വീക്ക് അടുപ്പിച്ച് ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ വീക്ക് തന്നെ ആ പറഞ്ഞ വീഡിയോ ഇറങ്ങി അപ്പോഴത്തെ വീക്കിൽ ഞാൻ പൊട്ടി. എനിക്ക് ഇങ്ങനെ പ്രത്യേക ജിങ്സ് ചെയ്യാനുള്ളൊരു പവറുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം 12th കയറി. അതുപോലെ തന്നെ പിന്നെ DS ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്. ഡാറ്റാ സ്ട്രക്ചറിന്റെ തേർഡ് വീക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് SQL ആണ്. SQL യെസ്. ഇപ്പോൾ MongoDB മുമ്പ് നമ്മൾ ഡാറ്റാ ബേസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സാധനം നമ്മൾ MongoDB ചെയ്തിട്ടുണ്ട് 5th വീക്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ SQL ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാ സ്ട്രക്ചർ പൊതുവെ എല്ലാവരും കുറച്ച് കുടുങ്ങുമെന്ന് പറഞ്ഞതായിരുന്നു. ആൻഡ് ഐ വാസ് വെറീഡ് ദാറ്റ് ഐ വിൽ ബി ഓൾസോ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. പക്ഷേ ഇഫ് ഐ എം ബീങ് ഹോണസ്റ്റ്, I really enjoy doing data structure works. It doesn't mean I'm expert in data structure. ഞാൻ ഡാറ്റാ സ്ട്രക്ചറിൽ എക്സ്പേർട്ട് ആണോ അല്ലയൊന്നും അല്ല പറയുന്നത്. ഡാറ്റാ സ്ട്രക്ചറിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു തരം സുഖം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് ടു ഹാർഡ്. ഇറ്റ്സ് വൺസ് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിൻടാക്സേ പ്രശ്നമുള്ളൂ. പിന്നെ ഡാറ്റാ സ്ട്രക്ചർ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഡാറ്റാ സ്ട്രക്ചർ ലിങ്ക്ഡ് ലിസ്റ്റ്, ഹീപ്പ്, സോർട്ടിങ്, അറേ, കോംപ്ലക്സിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കി. അതവിടെ കഴിഞ്ഞു. ഡാറ്റാ സ്ട്രക്ചർ അപ്പോൾ ഡാറ്റാ സ്ട്രക്ചറിന്റെ 3 വീക്ക് കഴിഞ്ഞു. അയ്യോ, ഡാറ്റാ സ്ട്രക്ചറിൽ അങ്ങ് പോവാണ്. അപ്പോൾ നമ്മള് SQL ആണ്. SQL എല്ലാവരും ഈസി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ SQL PostgreSQL ആണ് എടുത്തത്. ഇതിൽ MongoDB വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലുള്ള ക്വയറീസ്, അതുപോലെ തന്നെ ക്വയറി വളരെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. അത് പോയിന്റാണ്. പിന്നെ ഇതിൽ കഴിഞ്ഞൊരു മാസങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പബ്ലിക് സ്പീക്കിംഗ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് മൈ ബെസ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് എവർ ഹിയർ. ലാസ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് ഇന്നലെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നടന്നു. സാധനം ആ സീന് സാധനമായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഫർഹാനും കൂടെ, എൻ്റെ ഒരു കൊളീഗ് കൂടെ, ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തി. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഐ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ബിക്കോസ് ഞാൻ എൻ്റെ തന്നെ മുമ്പുള്ള വീഡിയോസിൽ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഇറ്റ്സ് ബിക്കോസ് ഏത് പബ്ലിക് സ്പീക്കിംഗ് ചാൻസ് ഇട്ടാലും ഞാൻ കയറി പറയും. അതെന്നോട് ഇവിടുത്തെ ട്രെയിനേഴ്സും കയറരുതെന്ന് പറഞ്ഞിട്ടെങ്കിലും ഒരു ഉടുപ്പിലാണ് ഞാൻ കയറി പോകുന്നത്. ബിക്കോസ് ഐ വാണ്ട് ടു ഇംപ്രൂവ് ഇൻ പബ്ലിക് സ്പീക്കിംഗ്, ദാറ്റ്സ് ഓൾ. പിന്നെ അതിന് മുമ്പ് ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തി. അതിനൊരു ലിങ്കിൽ പോസ്റ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഇതിലുള്ളതിൽ എനിക്കുള്ള ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തൊക്കെ കുറച്ച് വൈകി പോയിരുന്നെങ്കിലും റീഡിംഗ് ആണ് നേരെ ചൊവ്വ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെൻ കം ടു ലാസ്റ്റ് മന്ത്സ്, ദിസ് ഈസ് ദ ജൂലൈ മാസത്തിലാണ് ഈ വർഷമായിട്ട് ആദ്യമായിട്ട് ഒരു ബുക്ക് പോലും വായിച്ചൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാത്തത്. ഇറ്റ് മീൻസ് ഐ ഡസന്റ് റീഡ് എന്നല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ കറന്റ് കഴിഞ്ഞ മാസം വായിച്ചുകൊണ്ടിരുന്നത് സ്റ്റീവ് ജോബ്സിന്റെ ഓട്ടോബയോഗ്രഫിയും അതുപോലെ തന്നെ ആർച്ചറിന്റെ ഓൺലി ടൈം വിൽ ടെൽ. ഗംഭീര നോവലാണ്. പക്ഷേ അങ്ങനെ ടോപ്പിൽ എത്തിച്ചിട്ട് അടുത്ത രീതിയിലാണ്. ഞാൻ 8 വോളിയൂംസ് ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ആ ബുക്ക് വായിച്ചിരുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് തുടക്കത്തിലാണ്. അപ്പോൾ ജൂലൈയിൽ ടെക്നിക്കലി പറയാൻ ഒരു ബുക്കും വായിച്ച് തീർന്നിട്ടില്ല. ബട്ട് ഓൺലി ടൈം വിൽ ടെൽ ഇറ്റ്സ് അബൌട്ട് 450 pages, 450 പേജസും. അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സിന്റെ 500 something പേജസ് ഉണ്ട്. ഞാൻ റീസെന്റ് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത നോർമൽ ബുക്സ് ഒക്കെ 250, 300 അല്ലെ 200, 300 ആ ഗ്യാപ്പിൽ വരുന്ന ബുക്സ് ആയിരുന്നു ഇതിലൊക്കെ വായിച്ചിരുന്നത്.
അപ്പോൾ മേ ബി ആ ബുക്കിൻ്റെ കുറച്ച് വലുപ്പം കൂടി ഉണ്ടാവാം കംപ്ലീറ്റ് ആവാത്ത, ബട്ട് സ്റ്റിൽ സമം ഓക്കെ. പിന്നെ മെയിനായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് വന്നൊരു കൺഫ്യൂഷൻ. ഞാൻ ഒരു ദിവസം റൂമിലേക്ക് പോകുമ്പോൾ ഒരാൾ ലിഫ്റ്റ് അടിച്ചു. മൂപ്പര് ഒരു ഡെവലപ്പറാണ്, 2 വർഷമായി. അപ്പോൾ മൂപ്പര് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ മീൻ പറഞ്ഞു. അപ്പോൾ മൂപ്പരൊരു സജഷൻ വന്നു, ഇപ്പോൾ മീനിന് അത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അപ്പോൾ മേ ബി സ്ട്രഗിൾ ചെയ്യും എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഡൗട്ട് എനിക്ക് ചെറിയ ഡൗട്ട് വന്നു. ഞാൻ മീനിലാണ്, മീനിന് മേളിലേക്ക് എന്ന് വെച്ചാൽ ആംഗുലറിൽ നിന്ന് റിയാക്റ്റിലേക്ക് മാറണമെന്നുള്ളൊരു ഡൗട്ട് വന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഞാൻ 2-3 കാര്യം നോക്കി, ബട്ട് അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ ഐ സ്റ്റിക്ക് ടു മീൻ. ഞാൻ മേളിൽ തന്നെ ആംഗുലർ തന്നെ കണ്ടിന്യൂ ചെയ്തു. അഥവാ റിയാക്റ്റ് പഠിക്കണമെങ്കിൽ ഒരു 2 വീക്ക് ഇരുന്നാൽ റിയാക്റ്റ് കിട്ടുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇരുന്നാൽ പിന്നെ പിന്നീട് ഉള്ള എന്താ വെച്ചാൽ I want to change something, but it's not happening because I'm not changing. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ മടുപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചേഞ്ച് ആവുന്നില്ല. പക്ഷെ ചേഞ്ച് ഇല്ലാത്തതാണ് ചേഞ്ച് ആവാത്തത്. ഇപ്പോൾ ഈ ഒരു എങ്ങനെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്റ്റിൽ I have no answer for how to do what I supposed to do when I don't feel like doing it. I'm still searching for an answer for this question. Maybe, yeah, definitely I will find it, not maybe. And ലാസ്റ്റ് മന്തിൽ ചില റൊട്ടീൻസൊക്കെ വളരെ അവതാളത്തിലായിരുന്നു. എക്സ്പെഷ്യലി മോർണിംഗ് റൊട്ടീൻ അതൊന്ന് നേരെയാക്കാണ്ട്. ദെൻ ഐ വാണ്ട് ടു ബിൽഡ് എ സിസ്റ്റം. അപ്പോൾ ഓരോ സിസ്റ്റം ഇങ്ങനെ ട്രൈ ചെയ്ത് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം എക്സ്പെരിമെന്റിങ് വിത്ത് മൈ സെൽഫ് ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ കം അപ്പ് വിത്ത് എ ന്യൂ സിസ്റ്റം. I'm still searching for it. If you have one, please let me know it. That's all for today. Until next time, take care. Peace out.